ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1/2 കിലോ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് നല്ലപോലെ വെന്തോടണം. കാരണം കൈ വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് ഉടച്ചെടുക്കണം. അതുകൊണ്ട് അത്രയും നല്ലപോലെ തന്നെ ബീഫ് വേവിക്കണം. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 7-8 പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 20 തൊട്ട് 25 എണ്ണം വരെ ഇട്ട് കൊടുക്കാം. ഇനി ഇതും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള കുറച്ചൊന്ന് വഴന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കുക്കറിൽ നമ്മൾ ഉടച്ചു വെച്ച ബീഫും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വീണ്ടും വഴറ്റിയെടുക്കുക. ബീഫൊക്കെ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അത്രയും സമയം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളകും നല്ലപോലെ ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇനി വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അത്രയും സമയം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ കവറിങ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത ഭാഗം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെക്കുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതാ എല്ലാത്തിൻ്റെയും സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് 2-3 ട്രിപ്പായിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബ്രൗൺ ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം അതിൻ്റെ അരിക് മാത്രം പൊടിച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുഭാഗം കൂടെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതും ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡെല്ലാം കൂടെ ഇതേപോലത്തെ വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കാം. നന്നായിട്ടിത് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് കരിഞ്ഞു പോകരുത്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചൊരു നനവുള്ള പോലെയാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളമയൊക്കെ പോയിട്ട് തരികളൊന്നും തീരെ ഒട്ടാത്ത രീതിയിൽ വരും. അത്രയും നേരം നമ്മൾക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദാ ഇതിൻ്റെ നനവെല്ലാം കുറച്ചും കൂടെ പോയിട്ടുണ്ട്. തരികളൊക്കെ കുറേശ്ശെ ഒട്ടാത്ത രീതിയിലാണ് വരുന്നത്. ഒന്നും കൂടെ ഇത് ഫ്രൈ ആയിട്ട് വരാനുണ്ട്. ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെഡ് ക്രംസ് കുറേ നാൾ കേടുകൂടാതിരിക്കും. ഇപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരണം. ചൂടാറി കഴിയുമ്പോൾ വെള്ളമയം തീരെ ഇല്ലാത്ത നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ബോട്ടിൽ പുറത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിൽ നേരെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ബ്രെഡ് ക്രംസ് കുറച്ച് സ്പൈസി ആക്കണം എന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ ഒരു പാത്രത്തിൽ 2 മുട്ടയെടുത്ത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിനകത്ത് വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി കുറച്ച് കുഴിയുള്ള ചെറിയൊരു പ്ലേറ്റ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്ന് ഒരു സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് പരത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ മുകളിൽ ചീസിൻ്റെ സ്ലൈസ് പകുതിയാക്കി ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു സ്ലൈസ് കൂടെ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഈ വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കിയെടുക്കുന്നുണ്ട്. സൈഡ് മാത്രമേ മുക്കിയെടുക്കുന്നുള്ളൂ. ഇതേപോലെ ഫാസ്റ്റായിട്ടൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് മറ്റേ ബ്രെഡിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ എല്ലാം തയ്യാറാക്കിയെടുക്കുക. നമ്മൾക്ക് എത്രയാണോ സ്നാക്ക് വേണ്ടത് അത്രയും നമുക്ക് ഈ മെത്തേഡിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബ്രെഡ് ക്രംസ് നിന്ന് കുറച്ചെടുക്കാം. അതിനുശേഷം ആദ്യമേ ഇത് മുട്ടയിൽ മുക്കുക. എന്നിട്ട് ഇത് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാ സൈഡും നല്ലപോലെ കവറാക്കിയെടുക്കുക. ഇതിൻ്റെ 4 സൈഡും ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണയിലിടുമ്പോൾ ഇത് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം നമ്മൾ ഇതേപോലെ തന്നെ തയ്യാറാക്കി വെക്കുക. ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് എണ്ണയിലിടുന്ന സമയത്തും എണ്ണ നല്ലപോലെ ചൂടായിട്ടിരിക്കണം. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുക. അല്ലെങ്കിൽ ഇത് അത്ര ശരിയായിട്ട് കിട്ടത്തില്ല. ഞാനിവിടെ എണ്ണ വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് ചെറിയൊരു പാനിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പാൻ എടുക്കാം. കുറേ എണ്ണം ഒരുമിച്ചിടണമെന്നുണ്ടെങ്കിൽ
ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാലും മതി. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് പുറത്തിറക്കി വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ തയ്യാറായിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്